അരുണിമ മിസ് ആണ് കേട്ടോ. എക്സാമിന് ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പഠിച്ചാലോ? അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാമോ? ഞാൻ നോക്കിക്കേ, എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചേ. ഉത്സവപ്പറമ്പാകെ വൃത്തികേടായിരിക്കുന്നു. കുട്ടികൾ ചുറ്റും നിരീക്ഷിച്ചു. ചിത്രം നന്നായി നോക്കി തോന്നുന്ന തെറ്റും ശരിയും കോളങ്ങളിൽ രേഖപ്പെടുത്തൂ. അപ്പൊ ഈ ഒരു ചിത്രം തന്നിട്ട് ഈ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ ടീച്ചർ ഒരു കാര്യം പറയട്ടെ, പലപ്പോഴും അല്ലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഉത്സവപ്പറമ്പിന് ഈ ഒരു ചിത്രം തന്നെ വരുമെന്നല്ല കേട്ടോ, പക്ഷെ ഇതുപോലുള്ള ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ ചിത്രം ഒന്ന് നന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങള് അവിടെ നോക്കിക്കേ, ഈ ഒരു ഭാഗത്തായിട്ട് അല്ലെ നോക്കിക്കേ നിങ്ങള്, ഇതാ ഇവിടെ ഒരു പട്ടിയും ആ പട്ടിയുടെ തൊട്ടടുത്തായിട്ട് അല്ലെ ഈ ചിത്രം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. ഇതാ നോക്കിക്കേ, നിറയെ മാലിന്യ കൂമ്പാരങ്ങളും അല്ലെ, അവിടെ നീച്ചയൊക്കെ ദുർഗന്ധമൊക്കെ പോകുന്ന കാണുന്നില്ലേ നിങ്ങള്? അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ തെറ്റായിട്ടുള്ള കാര്യത്തിന് നേരെ മിസ് എന്ത് ചെയ്യട്ടെ, എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? വേഗം കറക്റ്റ് ആയിട്ട് ഇത് തെറ്റാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ കോളത്തിൽ നമുക്കത് തെറ്റ് എന്ന് അടയാളപ്പെടുത്താം അല്ലെ. യെസ്, അപ്പൊ ഞാൻ റെഡ് കൊണ്ടാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, ഈ നോക്കിക്കേ, പുകവലിക്കാൻ പാടില്ല എന്നാണ് അല്ലെ ഈ ചിത്രം. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത്? പുകവലിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ? യെസ്, അപ്പൊ നമുക്കത് ശരി കൊടുക്കാം അല്ലെ. അങ്ങനെ മൂന്നാമത്തെ ചിത്രം നോക്കിക്കേ, ഇവിടെ ശുദ്ധജലം അല്ലേ, നോക്കിക്കേ, ശുദ്ധജലം കാണുന്നുണ്ട്. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ നമുക്കതിന് നേരെ ടിക്ക് മാർക്ക് ഇടാം. ഇനി അടുത്ത ചിത്രം നമുക്കൊന്ന് നോക്കാവേ. ഈ ചിത്രം എന്താണ്? കെട്ടിക്കിടക്കുന്ന മലിനജലമാണ് അല്ലെ. ആ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിന്റെ അടുത്ത് ഇതാ നോക്കിക്കേ, കൊതുകുകൾ വളരുന്നുണ്ട്. അപ്പൊ ഇത് കോളത്തിൽ നമ്മൾ എന്താ രേഖപ്പെടുത്തേണ്ടത്? ശരിയെന്നാണോ തെറ്റെന്നാണോ? തെറ്റെന്നാണ് അല്ലെ. ടീച്ചർ വീണ്ടും റെഡ് എടുത്തിട്ട് തെറ്റെന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ. നമ്മള് ചിത്രം നന്നായിട്ട് നോക്കിയിട്ട് ഇതിൽ തോന്നുന്ന തെറ്റും ശരിയും നമ്മൾ എന്ത് ചെയ്ത് കോളങ്ങളിൽ രേഖപ്പെടുത്തും. ചിലപ്പം ഇത് എഴുതാനായിരിക്കും ചോദിക്കാൻ സാധ്യതയല്ലേ, പകരം നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇപ്പൊ നമ്മള് ശരിയും തെറ്റുമാണ് അടയാളപ്പെടുത്തിയത്. അപ്പൊ ഇന്നത്തെ പ്രവർത്തനം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ? അപ്പൊ ഒരു ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ വിശകലനം ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് മിസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വെച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ചിത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.